പറന്നിറങ്ങാൻ ശ്രമിക്കവേ തീഗോളമായി 10 പേരുമായി പോയ സ്വകാര്യ ജെറ്റ് തകർന്നു വീണു. 7 പേർ മരിച്ചു. സെൻട്രൽ മെക്സിക്കോയിൽ 8 യാത്രക്കാരും 2 ക്രൂ അംഗങ്ങളുമായി സഞ്ചരിച്ച ഒരു സ്വകാര്യ ജെറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തതായി മെക്സിക്കോ സ്റ്റേറ്റ് സിവിൽ പ്രൊട്ടക്ഷൻ കോർഡിനേറ്റർ അഡ്രിയൻ ഹെർണാണ്ടസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തതായി മെക്സിക്കോ സ്റ്റേറ്റ് സിവിൽ പ്രൊട്ടക്ഷൻ കോർഡിനേറ്റർ അഡ്രിയർ ഫെർണാണ്ടസ് അറിയിച്ചു. ടൊലൂക്ക വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന സാൻ മാറ്റിയോ അറ്റൻകോ എന്ന വ്യാവസായിക മേഖലയിലാണ് അപകടം നടന്നത്. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ പ്രദേശം. പസഫിക് തീരത്തെ പ്രധാന കേന്ദ്രമായ അകാപുൾക്കോയിൽ നിന്നാണ് സ്വകാര്യ ജെറ്റ് പറന്നുയർന്നത്. പ്രാദേശിക വിവരങ്ങൾ അനുസരിച്ച് വിമാനം ഒരു ഫുട്ബോൾ മൈതാനത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജെറ്റ് അടുത്തുള്ള ഒരു വ്യാവസായിക കേന്ദ്രത്തിന്റെ മെറ്റൽ മേൽക്കൂരയിൽ ഇടിക്കുകയായിരുന്നു. ഈ കൂട്ടിയിടിയെ തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായി. അപകട കാരണം സംബന്ധിച്ച് അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനാപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തവും അപകടാവസ്ഥയും കണക്കിലെടുത്ത് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി ആളുകളെ ഒഴിപ്പിച്ചു. സാൻ മാറ്റിയോ അറ്റൻകോ മേയർ അന മുനീസ് മിലേനിയോ ടെലിവിഷനോട് പറഞ്ഞതനുസരിച്ച് ഏകദേശം 130ഓളം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്.